ലൈവിൽ നമ്മുടെ അനുമോളും അതേപോലെ ബിൻസിയും മുൻഷിയും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിൻസി പറയുന്നത് അനുമോളുടെ അടുത്ത് ശൈത്യയുടെ അടുത്ത് പോയി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനുമോൾ ചോദിച്ചു ഞാൻ എന്തിനു പോയി സംസാരിക്കണം. അപ്പോൾ ബിൻസി പറയാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നിനക്ക് അറിയത്തില്ല, നല്ല നെഗറ്റീവായിട്ടുണ്ട്, ശൈത്യയ്ക്ക് കുറേ നെഗറ്റീവ്സ് ഉണ്ട്, അവൾ കുറേ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്, നീ അത് പോയി ക്ലിയർ ചെയ്യുക കട്ടപ്പാന്ന് വിളിക്കുന്നത്. അപ്പോൾ അനുമോൾ പറയും ഈ 93 ഡേയ്സ് ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ എന്തോരം കരഞ്ഞിട്ടുണ്ട്, എന്തോരം വിഷമിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയെ ഞാൻ കരയുന്ന സമയത്തൊക്കെ കൂടെ കരഞ്ഞ അമ്മയ്ക്കും എന്തോരം അസുഖങ്ങളായി കാണും. അപ്പം ഞാനിവിടെ കരയാതൊന്നും അല്ലെന്നല്ലോ നിന്നത്, എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം സഹിക്കാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അവൾ വിഷമിക്കുന്നത് എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശാരിക ഓടി വന്ന് പറയാണ് താൻ എന്തിനാണ് എപ്പോഴും കിടന്ന് കരയുന്നതെന്ന്. അപ്പോൾ അനുമോൾ ചോദിച്ചു ഞാൻ എപ്പോഴും കരയുന്നില്ലല്ലോ. അപ്പോൾ ശാരിക പറയാണ് ഞങ്ങൾ നോക്കുമ്പോഴൊക്കെ താൻ എപ്പോഴും കരച്ചിലാണ്. അപ്പോൾ അനുമോൾ പറയുന്നു അത് ചിലപ്പോൾ ഞാൻ കരയുന്നത് മാത്രം ബിഗ് ബോസ് ഇടുന്നതുകൊണ്ടായിരിക്കും, ഞാൻ എപ്പോഴും കരച്ചിലൊന്നുമല്ല, ഞാൻ ചില സമയത്ത് എനിക്ക് വിഷമം വരുമ്പോൾ മാത്രമേ കരയാറുള്ളൂ. അപ്പം ശാരിക പറഞ്ഞു ഞങ്ങൾ നിന്നപ്പോഴും അങ്ങനെ തന്നെയല്ലേ, താൻ എപ്പോൾ നോക്കിയാലും കരച്ചില്ല, വിഷമം വന്നാലും ഞാൻ താൻ അങ്ങ് കരയും, എപ്പോഴും അങ്ങ് താൻ കരച്ചിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരികയുടെ ഒരുമാതിരി ഫയറിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ അനുമോൾ ചോദിച്ചു ചേച്ചിയെ പോലെ ഇപ്പോൾ എല്ലാവർക്കും ആകാൻ പറ്റും, എല്ലാവർക്കും ഇപ്പോൾ മനസ്സിൽ വിഷമങ്ങൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ, നമുക്ക് കരയാൻ തോന്നുമ്പോൾ നമ്മൾ കരയും, അങ്ങനെയല്ലേ എല്ലാവരും. അപ്പം ശാരിക പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് അനുമോൾ പറയാണ് ചേച്ചി ഞാൻ ഈ ബിഗ് ബോസ് ഷോയിലോട്ട് വരുന്നതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ കോർഡിനേറ്ററിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഞാൻ എപ്പോഴും കരയും, എനിക്ക് ഇമോഷൻസ് മനസ്സിൽ വെക്കാൻ പറ്റാത്ത ഒരാളാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഞാൻ അതൊക്കെ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞതാണ് വരണം, വന്ന് ഷോയിൽ പങ്കെടുക്കണം, കരച്ചിൽ വരുമ്പോൾ കരയണം, അങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം അവർ ചോദിക്കുന്നുണ്ട് ശാരിക ബിൻസിയും കൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ നിന്നെ പിന്നെ എന്തിനാ വിളിച്ചത്, കരയാൻ വേണ്ടിയിട്ടാണോ? ആയിരിക്കും, കരച്ചിൽ വന്നാൽ എല്ലാവരും കരയും, അതൊരു മനുഷ്യനാണ്, ഇമോഷൻസ് അകത്ത് ഉള്ളിൽ വെക്കാൻ പറ്റത്തില്ല, അപ്പം നീ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുമ്മാതാണോ, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് ശാരിക പിന്നെയും പിന്നെ അനുമോളായിട്ട് വട്ടാക്കുകയാണ്. അപ്പം അനുമോൾ പറഞ്ഞു ചേച്ചി എൻ്റെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഞാനത് കരഞ്ഞാൽ തീർക്കുന്നത്, എനിക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ചേച്ചിയെ പോലെ അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് അനുമോൾ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ കരുതി കൂട്ടി അനുമോളെ മനീഷിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുക കേട്ടോ, ഷാനവാസിനെ. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അനു ജയിക്കരുത്, ഇപ്പം ഷാനവാസ് ജയിക്കരുത്, പിന്നെ ബിൻസിക്കൊക്കെ അനീഷ് ജയിച്ചാലും സാരമില്ല, പക്ഷെ അനുമോൾ ജയിക്കരുത്, അങ്ങനെ പല പല ഉദ്ദേശങ്ങളുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പം ഇവർ ഔട്ടായി ഈ ഷോയ്ക്ക് വെളിയിൽ പോയ ആൾക്കാരാണ്, യാതൊരു പ്രയോജനമില്ലാതെ പോയ ആൾക്കാർ തിരിച്ച് വന്നിട്ട് ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്ന ആൾക്കാരെ എന്തോത്തിന് പറയുക, ഈ അനു എന്ന് പറയുന്ന ഒരാളാണ് ഈ ഷോ കൊണ്ടുപോയത്, വേറെ ആരെ കൊണ്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ അവിടെ, ആരെങ്കിലും മര്യാദയ്ക്ക് ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ അവിടെ, ആരും കൊടുത്തിട്ടില്ല. പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അനീഷേട്ടൻ, ഇത്രയൊക്കെ ആയിട്ടും പുറത്ത് പോയിട്ട് പിന്നെ വന്ന് ചൊറിയുന്ന എന്തിനാ?